നമ്മുടെ നാട്ടിലെ മനോഹരമായ നെൽപ്പാടങ്ങൾ, എത്ര നെൽപ്പാടങ്ങൾ ഇന്നുണ്ടാവും? പലതും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. മണ്ണിട്ടിട്ടും വീടുകളായിട്ടും കെട്ടിടങ്ങളായിട്ടും എല്ലാം അല്ലേ. നമ്മുടെ മാവൂരാണിട്ടുള്ളത്. മാവൂർ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുള്ളത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഞാൻ വരാൻ കാരണം ഇന്ന് നമ്മുടെ മുക്കം സിവിൽ ഡിഫൻസിൻ്റെ കീഴിൽ ഇവിടെ നെൽകൃഷി നടത്താൻ പോവുകയാണ്. അതിനായിട്ട് ഇവർ ഞാറിടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഞാറിടലിന് മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ഇതുപോലെ ആയിരുന്നു കേട്ടോ. ഈ തരിശായി കിടക്കുന്ന പാടത്തിലെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട് ഈ ഒരു പാടം, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. ആ ഒരു ഭാഗത്തേക്ക് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പായൽ നിറയെ പായലുകളാണ് കേട്ടോ. പായൽ മാറ്റുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. ഇന്നത്തെ പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും. പഴയ കാലങ്ങളും പഴയതുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യാം, കൂട്ടമായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ മനസ്സിനും ഒരു സംതൃപ്തിയുള്ള കാര്യം തന്നെ കേട്ടോ ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ പാടത്ത് പൂട്ട് നടക്കുന്നതൊക്കെ കാണാറുണ്ട്. കാളപൂട്ടായിട്ട് നടന്നുകൊണ്ട് അത് കഴിഞ്ഞ് ഇനി ഞാറ് നടാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇവിടുന്ന് പറിച്ചെടുക്കാണ്. ഇങ്ങനെ കൃഷിയുമായി മുന്നോട്ട് വരുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ സിവിൽ ഡിഫൻസ് ടീം തന്നെയായിരിക്കും കേട്ടോ ഇത്. പാട്ടുണ്ടോ? ഇതിലെല്ലാവർക്കാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഗഫൂർ സാർ തന്നെ കേട്ടോ. ഗഫൂർ സാർ മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ കൂടിയാണ്. പറിച്ചെടുത്ത ഞാറുകൾ ഇവിടുന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നടുന്നത്. നല്ല ടീമുണ്ടായിരുന്നു, പാലക്കാട് വയനാടൊക്കെ ടീമുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പൗർണമിയാണ് കേട്ടോ ഐറ്റം. ഇത് ഏകദേശം 4 മാസത്തോടു കൂടി വിളവെടുപ്പാണ് പ്രതീക്ഷിക്കുന്നത്. വിളവെടുപ്പും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ നടത്താനാണ് തീരുമാനിച്ചത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ ഒന്നിനും പാട്ടറിയില്ല, വേറെ വയ്യൂല, അതുകൊണ്ടാണ്. ഈ നടന്ന പരിപാടി വേമ കൈയുണ്ടല്ലോ അല്ലേ? കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അണ്ടറിലുള്ള മുക്കം സിവിൽ ഡിഫൻസ് ആണ് കേട്ടോ ഇത്തരമൊരു കൃഷിയുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. അതിന് മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഗഫൂർ സാറും നേതൃത്വം നൽകുന്നുണ്ട്. അവരോടൊന്ന് ചോദിക്കാം നമുക്ക് ഈ കൃഷിയുടെ കുറിച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണെന്നുള്ളത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളാണ് സിവിൽ ഡിഫൻസും ആപദാമിത്രയൊക്കെ. നമുക്കറിയാം, വിവിധ ദുരന്ത മുഖങ്ങളിൽ വളരെ നേരത്തെ അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും സർക്കാർ ഏജൻസികളെയൊക്കെ വിവരം അറിയിച്ച് രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കുകയും ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്നത്. അതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് നല്ല വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്താനും നമ്മുടെ മുക്കത്തെ സിവിൽ ഡിഫൻസിനായി ആപദമിത്രക്കായി എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. മണ്ണും മനുഷ്യനും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തുള്ളത്. ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ആ ഒരു അർത്ഥത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് വിഷയങ്ങളിൽ
വളരെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മുക്കം സിവിൽ ഡിഫൻസിൻ്റെ തികച്ചും നൂതനമായ ഒരു ആശയമാണ് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കുക എന്നുള്ളത്. അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശമുണ്ട്. ദുരന്ത മേഖലകളിൽ മാത്രമല്ല ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളത്. സമൂഹത്തിൻ്റെ അന്നമൂട്ടുന്ന പ്രവർത്തനങ്ങളിലും കർഷകരുടെ മനസ്സറിയാനുള്ള ഒരു മനസ്സും കൂടി ഞങ്ങൾക്ക് ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് മുക്കത്തെ സിവിൽ ഡിഫൻസും ആപദമിത്രയും. ആ ഒരു ഉദ്യമമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്റ്റേഷൻ പരിധി തന്നെയുള്ള മാവൂർ പ്രദേശത്തുള്ള ഈ അല്പം തരിശായി കിടക്കുന്ന ഈ കൃഷിഭൂമി കൃഷി യോഗ്യമാക്കി അതിൽ നെല്ല് നടുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് നമ്മൾ ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്തായാലും അടുത്തൊരു 4 മാസം കൊണ്ടാവുമല്ലോ അല്ലേ, 4 മാസക്കാലം കൊണ്ട് നമ്മളിവിടെ പൊന്ന് വിളയിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വളരെ സജീവമായി നേരത്തെ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ഇത് നമ്മൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മഹത്തായ സന്ദേശം കൂടെ ഉണ്ട്. അതായത് ദുരന്ത മേഖലകൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ എന്താ പറയുക ഹൃദയമിടിപ്പിലും ഞങ്ങളുണ്ട് എന്നുള്ള ഒരു മഹത്തായ സന്ദേശം അത് നമ്മൾ ഈ മണ്ണിൽ പൊന്ന് വിളയിച്ചുകൊണ്ട് തെളിയിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വ്യത്യാസം. അതിന് പ്രത്യേകിച്ച് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അദ്രമാക്കാണ്. അദ്രമാക്കാട് അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും നമുക്കുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ആ സിനിമയിൽ പറഞ്ഞ പോലെ കേരള ഫയർഫോഴ്സിൻ്റെ പേരിലും കേരള സിവിൽ ഡിഫൻസിൻ്റെ പേരിലുള്ള പ്രത്യേകം ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം ഇനി എല്ലാ ദിവസങ്ങളും നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. മാവൂർ വയലിൽ കുറേ സ്ഥലങ്ങളൊക്കെ കൃഷി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ ഈ ആഫ്രിക്കൻ പായൽ നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടായ സ്ഥലമുണ്ട് നെല്ലുണ്ടാക്കാൻ. ഇങ്ങനെ ഈ തിങ്കളക്കട നമ്മളെ ആയിഷ പറഞ്ഞു ഇവിടെയൊക്കെ നെല്ലുണ്ടാക്കിയൂടെ എന്ന് ചോദിച്ചോ, വാരാൻ ഇന്നത്തെ കാലത്ത് കഴിയൂല, കൂലിച്ചെലവ്. ഈ ആഫ്രിക്കൻ പായൽ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് 1000 ഉറുപ്പ്യ വരും, ഒരു കണ്ടം 10-15,000 ഉറുപ്പ്യൻ്റെ ചിലവ് വരും. കൃഷി ഉണ്ടാക്കാൻ അനുയോജ്യമാക്കി തരാൻ നമ്മളെ കൃഷിഭവൻ ഇതിന് പിന്തുണയും തരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ഓഫീസറുണ്ട്, ദർശന മാഡം, നമ്മളെ മുക്കത്തേക്ക് സ്ഥലം മാറുക. അല്ല, ഇതിൽ നിന്ന് ആൾക്കാർ പുറകോട്ട് പോകാൻ കാരണം എന്തായിരിക്കും? പക്ഷെ ഇതിന് ഈ ഒരു കൃഷിയിൽ മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു കൃഷിയാണല്ലോ അല്ലേ? വൈകുന്നേരം ഭ്രാന്താവൂല. പണ്ട് പക്ഷെ എത്രയോ കുറഞ്ഞു വന്നു. പണ്ട് കാലങ്ങളിൽ ഈ നെല്ലൊക്കെ വണ്ടിയിലും അതുപോലെ തന്നെ തലയിലൊക്കെ കയറ്റി പോകണമെന്ന് ഒരുപാട് കാണാറുണ്ടായിരുന്നു. ഇപ്പൊ അതിന് കൊയ്യാനടക്കം മെഷീനായിന്, അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട്. പക്ഷെ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നത്തെ തലമുറ കുട്ടികൾക്ക് പറ്റൂല, അൽഫാമിന്റെ യുഗമാണ്. അതുകൊണ്ടാണ് അരി ഭക്ഷണം തീറ്റിക്കില്ല, കഞ്ഞി പറ്റൂല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രം കുടിക്കുന്ന ആളുള്ളൂ. അതിനുള്ള എല്ലാ സാധനം കൃഷി നടത്തുന്ന എല്ലാവർക്കും പറ്റിയ സൗകര്യം ഇവിടെ ഉണ്ട്. മാവൂർ വയലിൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്, വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അതുമല്ല, ഇവിടെ കാണാൻ തന്നെ എത്ര ഭംഗി. ഈ സ്ഥലം കാണാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലേ? എത്ര മനോഹരമായ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ പറയലുണ്ട് ഇവിടെ നല്ല. ഞങ്ങൾക്ക് ഇതൊരു വെള്ളക്കെട്ട് ഏരിയ തോന്നുന്നു. പുറമെ വരുന്ന ഒരാൾക്കുണ്ടല്ലോ ഇത് പുറത്ത് കറങ്ങാൻ പോണേക്കാളും നല്ല ഒരു അടിപൊളി സ്ഥലമായിട്ടാണ്. ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അബ്ദുറഹ്മാനിക്ക് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹമായിരുന്നു എല്ലാ സപ്പോർട്ടും ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പാടശേഖരം പ്രസിഡന്റ് സലീം കെയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.